ഗൈസ്, ഞാൻ എന്ന് വന്നിരിക്കുന്നത് എൻ്റെ ജേർണലിംഗ് ബുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാനാണ്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നിങ്ങൾക്ക് എൻ്റെ ജേർണലിംഗ് ചെയ്തത് കാണിച്ചു തരണമെന്ന്. എൻ്റെ ജേർണലിംഗ് ഞാൻ ഈ പേജ് ഫസ്റ്റ് വിട്ടു. പിന്നെ ഞാൻ ഇവിടെയാണ് ചെയ്തത്. ഞാൻ വയലറ്റിഷ് ലാവണ്ടർ ഷെയ്ഡിലായിരുന്നു ചെയ്തത്. പിന്നെ ഇവിടെ ഒരു 1 എന്ന് പറഞ്ഞിട്ട് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ തന്നെ എഴുതിയാണ് 1 എന്ന്. പിന്നെ 2 പാറ്റേൺ പേപ്പർ കീറി ഒട്ടിച്ചു, ഒരു പാറ്റേൺ പേപ്പർ വെറുതെ ഒട്ടിച്ചു, പിന്നെ ഡോട്ട്സ് ചെയ്ത് ഒട്ടിച്ചു, 2-3 കവാ സ്റ്റിക്കർ ഒട്ടിച്ചു. പിന്നെ എൻ്റെ ഇതൊരു വിൻറ്റേജ് തീമായിരുന്നു. ഇതിൽ ഞാൻ 2 പാറ്റേൺ പേപ്പർ കീറൊട്ടിച്ചിട്ടുണ്ടായിരുന്നു, തോട്ട്സ് എഴുതി ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ തന്നെ ഒച്ചയ്ക്ക് ഉണ്ടാക്കിയ ടീ ഉണ്ടായിരുന്നു. ടീ കണ്ടില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ടീ ഭയങ്കര ക്യൂട്ടായിരുന്നു. പിന്നെ ഞാൻ ഉണ്ടാക്കിയ ബബിൾ ടീ, പിന്നെ ഒരു സാധനം തോട്ട്സൊക്കെ എഴുതാൻ അതില്ലേ ലാബൽസ്, പിന്നെ എൻ്റെ റൗണ്ട് കീറിട്ടിച്ച്, പിന്നെ അവിടെ 2 എഴുതി. ഇതാണ് ബ്ലൂ തീം ജേർണലിങ്. ഈ ബ്ലൂ തീമിൽ ഞാൻ കുറച്ച് റെയിനി ആക്കി, 2 ക്ലൗഡ്സ്, പിന്നെ ഒരു തണുപ്പിൻ്റെ ഒക്കെ ഒരു സംഭവം 3 എഴുതി. പിന്നെ എന്താ നോട്ടില്ലേ, അതെൻ്റെ പാറ്റേൺ പേപ്പറായിരുന്നു, ഞാൻ ഇങ്ങനെ ആക്കി ഒട്ടിച്ചു. പിന്നെ 2-3 കവാ സ്റ്റിക്കർ ഒട്ടിച്ചു. നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യണം കേട്ടോ. ഇത് പിന്നെ ഒരു 2 പാറ്റേൺ പേപ്പർ ഒട്ടിച്ച് ഐ ലവ് എന്നൊക്കെ എഴുതി. പിന്നെ ഒരു 4 ഒട്ടിച്ചു. സിനിമയുടെ സംഭവമായിരുന്നു ഈ 2 എണ്ണം. പിന്നെ ഒരു പാറ്റേൺ പേപ്പർ കീറൊട്ടിച്ചു. പിന്നെ 2 കവായി മാത്രമേ ഒട്ടിച്ചിട്ടുള്ളൂ. 2 പേപ്പർ സിനിമയുടെ സംഭവം ഞാൻ തന്നെ ഒച്ചയ്ക്ക് വരച്ചാണ്. പിന്നെ ഞാനൊരു സണ്ണും വരച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ഗ്രീനി സീസൺ. ഗ്രീനി സീസണിൽ ഞാൻ പൂ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യണ ഗ്രീൻ ടാപ്പ് യൂസ് ചെയ്തിട്ടാണ്. ഗ്രീൻ ടാപ്പ് കൊണ്ടാണ് ഇങ്ങനത്തെ ഷേപ്പൊക്കെ ഉണ്ടാക്കി ഒട്ടിച്ചത്. പിന്നെ 5 എന്ന് എഴുതി. പിന്നെ ഒരു പാറ്റേൺ പേപ്പർ വെറുതെ ഇങ്ങനെ ഒട്ടിച്ച്, 2 പാറ്റേൺ പേപ്പർ കീറൊട്ടിച്ച്, ഞാൻ കുറച്ച് കവാ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ച്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതൊരു വിൻറ്റേജാണ് ഉദ്ദേശിച്ചത്. പക്ഷെ എനിക്ക് അധികം അങ്ങോട്ട് ഇഷ്ടമായില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ പറയാൻ കേട്ടോ. കാരണം ഞാൻ ഇത്രയും കൂടെ ആയില്ല. പിന്നെ ഇത് യെല്ലോ നല്ല നോർമലാണ്, അത്ര ഓഫറൊന്നുമില്ല, നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്കിത് ഇഷ്ടമായി. 7 എന്ന് എഴുതി. പിന്നെ ആ സിനിമയുടെ സാധനം കുറച്ച് ഭംഗിക്ക് വരച്ച് ഇതാക്കി. 7 എന്ന് എഴുതി. പിന്നെ മറ്റേ ലാബിൽ ഒട്ടിച്ചു. ലാബിൽ ഒന്നും എഴുതിയിട്ടില്ല. ഒരു ജേർണലിൽ ഞാൻ ലാബിൽ എഴുതിയിട്ടില്ല. പിന്നെ യെല്ലോ ഇഷ്ടം അങ്ങനെ എന്തൊക്കെയോ എഴുതി. ഞാൻ കുറച്ച് തോട്ട്സ് എഴുതി. പിന്നെ പിങ്ക് ഭയങ്കര ക്യൂട്ട് എന്നുള്ളത് എഴുതി. ക്യൂട്ടിൻ്റെ തന്നെ വേറെ റൗണ്ട്. പിന്നെ ഇത് ഞാൻ തന്നെ വരച്ച ക്യൂട്ട് ഐസ്ക്രീമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ലാബിൽ ഒട്ടിച്ചിട്ടുണ്ട്. 2 കവാ സ്റ്റിക്കർ ഓൺലി ഞാൻ ഒട്ടിച്ചിട്ടുള്ളൂ. പാറ്റേൺ നമ്പർ 3 ആക്കി കയറിയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ റിബണിൻ്റെ കഥ ഞാൻ പറയട്ടെ. കല്യാണത്തിനായപ്പോൾ കല്യാണത്തിൻ്റെ അവിടെ മിഠായി കിട്ടി, വള്ളയിൽ പോയി നിന്നിട്ട് അതുമ്മ കെട്ടിയിട്ടുണ്ടായ റിബണായിരുന്നു. ഞാനിങ്ങനെ ഒട്ടിച്ച്. ഇങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാക്കേണ്ടത്. പിന്നെ 9ാമത്തെയാണ് ഓറഞ്ച്. നല്ല എനിക്ക് കവായി സ്റ്റിക്കർ ജേർണലിംഗ് ആയിരുന്നു ചെയ്യേണ്ടതുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ അധികം കവായി ഉണ്ടായിരുന്നില്ല ഓറഞ്ച്. അപ്പോൾ ഞാൻ ഇതിങ്ങനെ അങ്ങോട്ട് ആക്കി. സിനിമയുടെ ബാക്കി ഉണ്ടായിരുന്നു, ഞാൻ ഒട്ടിച്ചു. പിന്നെ 2 ലാബിൽ ഒട്ടിച്ചു. ഓറഞ്ച് എന്ന് എഴുതി, കവായി സ്റ്റിക്കർ ഒട്ടിച്ചു, പാറ്റേൺ പേപ്പർ കീറി ഒട്ടിച്ചു. ഇതാണ് ഞാൻ ഓറഞ്ചിൽ ചെയ്തത്. പിന്നെ ഇവിടെ ഒരു ടെഡീനെ ഒട്ടിച്ചു, ഫിഷിനെ ഒട്ടിച്ചു. പിന്നെ ഇവിടെ ബ്ലാങ്ക് ആക്കിയിട്ടു. ബ്ലാങ്ക് ഇട്ടല്ല, വിട്ടുപോയാണ്. പിന്നെ എനിക്കിഷ്ടമുള്ള വയലറ്റ് ഷെയ്ഡ് തന്നെ കവായ കൊണ്ട് ചെയ്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതൊക്കെ മടങ്ങും. പക്ഷെ മറ്റേതൊക്കെ ആണെങ്കിൽ മടങ്ങേ ഇല്ല. ഫോർ എക്സാമ്പിൾ ഇത് മടങ്ങൊക്കെ ചെയ്യും, പക്ഷെ മടങ്ങാണെങ്കിൽ ഇതിവിടെ മടങ്ങും, കൊള്ളാവും. ഇത് എത്ര മടക്കിയാലും കവായി സ്റ്റിക്കറൊന്നും മടങ്ങൂല. എനിക്കത് ഭയങ്കര ഇഷ്ടം. പിന്നെ ഇതൊരു കവായി തന്നെയാണ്, ബ്ലൂ കളർ. ബട്ട് ഞാൻ കുറച്ച് തോട്ട്സ് എഴുതി പാനുകൊണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫുള്ളങ്ങോട്ട് കവായല്ല എന്ന് പറയണത്. അവിടെ പറയുന്നത് ഇവർ 10 ചെറുതാക്കി എഴുതിയിട്ടുണ്ടത്, എനിക്ക് അധികം കാണാൻ പറ്റില്ല. പിന്നെ 12ാമത്തേത് ഞാൻ എൻ്റെ ഡയറി എഴുതിയിട്ട് ഉണ്ടാക്കിയത് തന്നെ ഒരു കുഞ്ഞ് ക്യൂട്ട് കവായി പോലെ ഉണ്ടാക്കിയാണ് പണ്ട്. അത് ഞാൻ അടുത്ത് ഒട്ടിച്ചു, ലാബിലുണ്ട്. പിന്നെ അടുത്തത് റെഡ്, 13ാമത്തെ റെഡ് ഈസ് ബ്ലാഡ് ഈസ് റാഡ് എന്ന് പറഞ്ഞിട്ട് ഒട്ടിച്ചല്ല എഴുതി. അതുകഴിഞ്ഞിട്ട് ഞാൻ കുറേ ക്യൂട്ട് ലവ്. പിന്നെ 13 എഴുതി. പിന്നെ കവായികളിന് കൂണും ഉണ്ടായിരുന്നു, അതും ഒട്ടിച്ചു. കവായി സ്റ്റിക്കറിൽ ചെറിയൊക്കെ ഒട്ടിച്ചു. പിന്നെ അത് വയലറ്റ് ആയിരുന്നു. വയലറ്റിൽ ഞാൻ വെറുതെ ഒരു പാറ്റേൺ പേപ്പർ ഒട്ടിച്ചിട്ട് ഒരു 14 വെറുതെ എഴുതി. പിന്നെ ഒരു റൗണ്ടിൽ ഫ്ലവേഴ്സിൻ്റെ ഇതാക്കി. പിന്നെ ഒരു കവായികളുടെ ഹെഡ് ഭാഗം വെട്ടിയൊട്ടിച്ചു. പിന്നെ ഇവ റൗണ്ട് ഞാൻ ബ്ലാങ്ക് ആക്കിയിട്ടു, ലാബിലും ബ്ലാങ്ക് ആക്കിയിട്ടു. പിന്നെ ഇതിൽ ഞാൻ പല കളേഴ്സ് ഉണ്ട്. ഒരു കളർ തീം എന്ന് പറയാൻ പറ്റില്ല, കൂടുതലും ഗ്രീനാണ്. പിന്നെ ഇവിടെ ഞാൻ ചെറുതായിട്ടൊരു ബട്ടർഫ്ലൈ വരച്ചിട്ട് തോട്ട്സ് എഴുതി. ദിസ് ഫോർ യു മൈ
ഡിയർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തോ കുറച്ച് എഴുതി. പിന്നെ തുലിപ്സിൻ്റെ ചെറുത് തുലിപ്സ് ഈസ് ദ ബെസ്റ്റ് ഫ്ലവർ എന്ന് എഴുതി. എനിക്കിഷ്ടം തുലിപ്സ് തന്നെയാണ് 15 എഴുതി. പിന്നെ ഇത് ഏറ്റവും ഭയങ്കര ഇഷ്ടമായത് എനിക്കാണ്. കാരണം ഞാൻ ബ്ലാക്ക് പെന്നോട് വെറുതെ വരച്ച് വയ്ക്കുകയാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു, ഒട്ടിച്ച് വയ്ക്കുക നല്ല ഭംഗിയുണ്ട്. പിന്നെ അടുത്തത് മാംഗോ സീസണിലാണ്. ഇത് ഞാൻ ഉണ്ടാക്കാൻ കാരണം വീട്ടിൽ കുറേ മാംഗോസ് കൊന്നുകൂടി. മാംഗോ സീസണിൽ ആ ടൈമിൽ എനിക്ക് തോന്നിയാണ്. അപ്പം എൻ്റെ കവായി സ്റ്റിക്കറിൻ്റെ ഇതിലും ഷീറ്റിലും ഞാൻ കണ്ടു മാംഗോസ്, നല്ല ക്യൂട്ട് മാംഗോസാണ്. 16 എഴുതി. ഐ ആം എ ലിറ്റിൽ ക്യൂട്ട് ഗേൾ എന്ന് എഴുതി. പിന്നെ കുറച്ച് മാംഗോ പിടിച്ചിരിക്കുന്ന കവായികളിന് ഇതിൽ ലാബലിൽ ഞാൻ എഴുതിയിട്ടുണ്ട് മാംഗോ പീൽസിന്ന്. പിന്നെ കുറച്ച് ഇതൊക്കെ ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ എഴുതി. ഇതൊക്കെയാണ് എൻ്റെ ഈ മാംഗോ സീസണുള്ള. പിന്നെ ഇതെല്ലാം എൻ്റെ ഫിംഗർ പ്രിൻ്റ് പതിച്ചിട്ടുള്ള ഇത് ഒരു വാഷി ടേപ്പ് ഒട്ടിച്ച് കുറച്ച് കവായി ഒട്ടിച്ച് പിന്നെ ഒരു പാസ്റ്റർ പേപ്പർ ഒട്ടിച്ച്. പിന്നെ ഞാൻ എത്ര നമ്പർ എഴുതിയില്ല. അപ്പുറത്ത് 16, ഇപ്പോൾ ഇവിടെ 17 എഴുതണം. പിന്നെ ലാസ്റ്റ് ഫൈനൽ ഇതാണ് എൻ്റെ 18ാമത്തെ ഒരു കവായി ഒരു പാസ്റ്റർ പേപ്പർ ഒട്ടിച്ചിട്ട് ഒരു ലവിൻ്റെ വട്ടം ഞാൻ കീറി ഒട്ടിച്ചു. പിന്നെ വാഷി ടേപ്പ് ഒട്ടിച്ചു. പിന്നെ 18 ഒട്ടിച്ചു. പിന്നെ ഒരു ഇതിൽ പിങ്കിൻ്റെ ഉള്ളിൽ ലവ് വരച്ചിട്ട് പിന്നെ ഈ ലീഫിൻ്റെ വരച്ചിട്ട്. ഇതാണ് എൻ്റെ ഇത്. ഇപ്പം എൻ്റെ ജേർണലിങ്സിൻ്റെ ബുക്ക് കഴിഞ്ഞു. ഇപ്പം ഇതാണ് എൻ്റെ ജേർണലിംഗ് സ്റ്റോറി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത ബെല്ലിലേക്ക് അടിച്ചു പൊട്ടിക്കുക. ബൈ.